ലൈഫിൽ സക്സസ് ആവുക, ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് എത്തിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് എത്തുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണുന്നത് ആ ഒരു ഇവന്റിനെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇവന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇവന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏതൊരു മനുഷ്യന്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരു 5 ബക്കറ്റ് ഉണ്ട്. ആ ഒരു 5 ബക്കറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലും, എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നിങ്ങൾക്ക് പോയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 5 ബക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 5 ബക്കറ്റ് ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പല തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം ചെയ്യണം, നിങ്ങളൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം, അതല്ല നിങ്ങൾക്ക് ഒരു പുതിയ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രി നോക്കിയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു 5 ബക്കറ്റ്, അതായത് നിങ്ങളുടെ ഒരു എംപ്റ്റി ബക്കറ്റ് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഒരു സംഗതിയും ചെയ്യാൻ പറ്റില്ല. മേജർ ആയിട്ടുള്ള ഈ ഒരു 5 ബക്കറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ഒരു 5 ബക്കറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു 5 ബക്കറ്റിൽ ആദ്യത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് വാട്ട് യു നോ, അതായത് നിങ്ങളുടെ നോളേജ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഈ ഒരു ബക്കറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതായത് നോളേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു നിങ്ങളുടെ ഒരു ബക്കറ്റിൽ നിങ്ങൾ നോളേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ നോളേജ് നിങ്ങൾ ഡെയിലി ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് വാട്ട് യു നോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തറിയാം, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതിന് മീൻ ചെയ്യുന്നത് നോളേജ് ആണ്. അപ്പൊ ആ ഒരു നോളേജ് നിങ്ങൾ ആദ്യത്തെ ബക്കറ്റിൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് യു ക്യാൻ ഡു, അതായത് നിങ്ങളുടെ സ്കില്ല്. അപ്പൊ ഈ സ്കില്ല് എന്ന് പറയുന്ന ഒരു ബക്കറ്റ്, ആ ഒരു ബക്കറ്റും നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിങ്ങളുടെ നോളേജ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സ്കില്ല് എന്തായാലും അവിടെ കിട്ടും. സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു നീഷ് തിരഞ്ഞെടുത്തിട്ട് ആ ഒരു നീഷിൽ നിന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു നീഷിൽ ഒരു പെർട്ടിക്കുലർ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് തന്നെ പല ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നീഷ, ചിലപ്പോൾ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാവാം, അതല്ല ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു നോളേജ്, സ്കില്ല്, ഇത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നാമത്തെ ബക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം ഈ ഒരു 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടാണ്, നിങ്ങളുടെ ഫണ്ടമെന്റലാണ്. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ബക്കറ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഹൂ യു നോ, അതായത് നിങ്ങളുടെ നെറ്റ്വർക്ക്. അപ്പൊ നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എന്നുള്ളൊരു ബക്കറ്റും നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ നോളജും കഴിഞ്ഞ് സ്കില്ലും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നെറ്റ്വർക്കാണ്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ബക്കറ്റായ നിങ്ങളുടെ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ബക്കറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആക്ച്വലി ഇപ്പോൾ നിങ്ങളൊരു കോളേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ത്രൂ നിങ്ങൾക്ക് ഒരുപാട് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെല്ലാം നിങ്ങളൊരു പുതിയ സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് മൂന്നാമത്തെ ബക്കറ്റ്.
നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് യു ഹാവ്, അതായത് നിങ്ങളുടെ റിസോഴ്സ് എന്ന് പറയുന്നതാണ് നാലാമത്തെ ബക്കറ്റ്. അപ്പൊ ആ ഒരു ബക്കറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാന്നുള്ളതും ഫില്ല് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിസോഴ്സ് ഇൻ ദ സെൻസ്, ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പായി, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്, ഇനി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അത് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് ത്രൂ, ഈ ഒരു നെറ്റ്വർക്ക് ത്രൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നല്ല രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാനും, അത് നിങ്ങളുടെ ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ഒരു ഗോൾ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കും. അപ്പൊ നിങ്ങളുടെ റിസോഴ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 3 ബക്കറ്റിൽ നാലാമത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്. അപ്പൊ ഈ റിസോഴ്സ് എന്നുള്ളൊരു ബക്കറ്റും നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തത് എന്ന് പറയുന്നത് വാട്ട് ദ വേൾഡ് തിങ്ക് ഓഫ് യു, അതായത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആസ് എ പേഴ്സൺ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളെ കാണുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു 4 ബക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക, റെപ്യൂട്ടേഷൻ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ കാര്യമായ റെപ്യൂട്ടേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് 4 ബക്കറ്റ് ഫില്ല് ചെയ്തിട്ട് അഞ്ചാമത്തെ ബക്കറ്റായ റെപ്യൂട്ടേഷൻ, നല്ലൊരു റെപ്യൂട്ടേഷൻ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ജോലിയിൽ നല്ലൊരു ഉയർന്ന സ്ഥലത്തേക്ക്, നല്ലൊരു പൊസിഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു നല്ല ജോലിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെയിൽസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ, ഇതൊന്നും നിങ്ങൾക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു റെപ്യൂട്ടേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് അഞ്ചാമത്തെ ബക്കറ്റ് എന്ന് പറയുന്നത്, റെപ്യൂട്ടേഷൻ. അപ്പൊ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 5 ബക്കറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 5 ബക്കറ്റിൽ ആദ്യത്തെ ബക്കറ്റായ നോളജ് സ്കില്ല് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു നോളജും സ്കില്ലും നിങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു 2 ബക്കറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്നാമത്തെ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസോഴ്സും, അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റെപ്യൂട്ടേഷനും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു എർത്തിക്വക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഒരു നോളജും നിങ്ങളുടെ ഒരു സ്കില്ലും നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഇൻ ദ വേഴ്സ്റ്റ് കേസിൽ ചിലപ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാം, അതല്ല നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടാം, അതല്ല നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. പക്ഷെ നിങ്ങളുടെ ഒരു നോളജും നിങ്ങളുടെ സ്കില്ല് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അടുത്ത് മാത്രമുള്ള ഒരു കാര്യം. ആദ്യത്തെ ബക്കറ്റായിട്ടുള്ള ഈ ഒരു നോളജും സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോങ് ടൈം വ്യൂ ആണ്. അതായത് അതിൽ നിന്നാണ് നിങ്ങളുടെ ഒരു ലോങ് ടൈം ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 2 ബക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പഠിക്കുക എന്നുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈവൻ യൂട്യൂബ് ആയാലും, അതല്ല ബ്ലോഗ് ത്രൂ ആണെന്നുണ്ടെങ്കിലും, അതല്ല ഒരുപാട് ഫ്രീ കോഴ്സസും ഒരുപാട് ഫ്രീ വെബിനാർസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രി നോക്കിയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യും, ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ 2024 ആയി 2025 പോകുന്നു. അപ്പൊ അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു സക്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.